മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ മോഹിനിക്ക് ഒരു സർപ്രൈസ് കൊടുത്തുകൊണ്ട് തന്നെ മോഹിനിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അമ്മ അടുക്കളയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം മഹാലക്ഷ്മി വന്ന് അമ്മയുടെ കണ്ണ് പൊത്തുന്നുണ്ട്. അമ്മ ആരാന്നെല്ലാം ചോദിക്കുന്നു. അങ്ങനെ ലക്ഷ്മിയുടെ കയ്യിൽ തൊട്ട് നോക്കുന്നതോടെ അമ്മക്ക് മനസ്സിലാവുന്നുണ്ട് ഇതെൻ്റെ ലക്ഷ്മി മോളല്ലേ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി അപ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അത് ശരി, കണ്ണു പൊത്തിയിട്ടും അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ എന്നെല്ലാം ചോദിക്കുന്നു. അപ്പോൾ മോഹിനി പറയുന്നത്, അതിപ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ മോള് തന്നെയാണെന്ന്. അല്ല, മോൾ എങ്ങനെ ഇവിടേക്ക് വന്നതെന്നെല്ലാം മോഹിനി ചോദിക്കുന്നു. അപ്പോൾ മാർക്കോ ആണ് എന്നെ ഇവിടെ കൊണ്ടുവിട്ടതെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. എന്നാലും കരുണയുടെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ ഇവിടെ ഉണ്ടാവുമെന്ന് ഉള്ളൊരു തോന്നൽ മോൾക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, അവരിവിടെ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നതെന്ന് പറയുന്നുണ്ട് മഹാലക്ഷ്മി. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, പ്രേതശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാടിനുള്ളിലെ ഒരു കരിങ്കാലി ക്ഷേത്രമില്ലേ, അവിടേക്ക് പോയിരിക്കുക രണ്ടുപേരും, ഒരു രക്ഷ എഴുതി കയ്യിൽ കെട്ടാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നു. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, എന്നാലേ അവർ രക്ഷയെല്ലാം എഴുതി കെട്ടിയിട്ട് നേരെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലേക്കാണ് വന്നത്. കർക്കിടകല്ലേ, തോമസ് വൈദ്യരുടെ ചികിത്സ തേടി വന്നതാ. അതോടൊപ്പം ഞാൻ മരിച്ചെന്ന് കരുതിയവർക്ക് കണ്ണേട്ടനെ കാണിച്ച സഹതാപവും കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരങ്ങനെ വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അതൊരു നല്ല അവസരമായിട്ട് കണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ് അമ്മയെന്ന് പറയുന്നുണ്ട്. എനിക്കതുകൊണ്ട് ഒരു ദിവസം അമ്മയുടെ ഒപ്പം നിൽക്കാമല്ലോ എന്ന് സന്തോഷത്തോടൊരു മഹാലക്ഷ്മി പറയാണ്. മോഹിനി പറയുന്നുണ്ട്, നല്ലൊരു ബന്ധമാണ് മോൾക്ക് കിട്ടിയത്, പക്ഷെ ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ എൻ്റെ മോളെന്ന് ചോദിക്കുകയാണ്. സാരമില്ല അമ്മേ, ജനിച്ചപ്പോൾ തുടങ്ങി അങ്ങനെ ഒരു ഭാഗ്യദോഷം എനിക്കുണ്ടല്ലോ എന്ന് പറയാണ് മഹാലക്ഷ്മി. എങ്കിലും കണ്ണേട്ടനൊപ്പമുള്ള ജീവിതം എനിക്ക് ഒരു മടുപ്പല്ല അമ്മേ, എനിക്ക് സന്തോഷം തന്നെയാണെന്ന് പറയാം കേട്ടോ. മോഹിനി പറയുന്നുണ്ട്, എല്ലാം ശരിയാവും മോളെ, നിങ്ങളെ തോൽപ്പിക്കാൻ നടക്കുന്നവർ തന്നെ തോറ്റു പോവുള്ളൂ മോളെ എന്ന് പറയാണ്. മഹാലക്ഷ്മി പറയുന്നത്, ഇന്ന് എന്താ അമ്മ ഇവിടെ ഉണ്ടാക്കിയത്, എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പം മോഹിനി പറയുന്നുണ്ട്, മോള് വരുന്ന കാര്യം അമ്മയോട് പറഞ്ഞില്ലല്ലോ, അങ്ങ് മോൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം അമ്മ ഉണ്ടാക്കി തന്നേനെന്ന് പറയും. അത് സാരമില്ല അമ്മ, ഇവിടെ ഇപ്പോൾ എന്താ ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് നല്ല വിശപ്പാണെന്ന് പറയുന്നു. അങ്ങനെ മോഹിനിയും അതുപോലെ മഹാലക്ഷ്മിയും കഴിക്കാൻ വേണ്ടി റെഡിയാവണം. ആ സമയം അവിടേക്ക് ഒരു കാറ് വരുന്നുണ്ട്. മഹാലക്ഷ്മി ആണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട്, ആരാ അമ്മയെ വന്നത്, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി പോയി എത്തിച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ വന്നിറങ്ങിയത് വേറെ ആരുമല്ല, ഉണ്ണിയും കരുണയും കൂടിയാണ് വന്നിറങ്ങിയത്. ഇത് കാണുന്ന മഹാലക്ഷ്മി ആകെ ഞെട്ടി നിൽക്കുകയാണ്. എന്താ ചെയ്യാമെന്ന് ആലോചിച്ച് അമ്മയോട് പറയുന്നുണ്ട്, അമ്മക്ക് അറിയായിരുന്നു ഇവർ വരുന്ന കാര്യം. ഇല്ല മോളെ, ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്തായാലും ഞാൻ മുകളിലുള്ള ഏതെങ്കിലും മുറിയിൽ കയറി അടച്ചിരുന്നോളാം എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി മുകളിലേക്ക് കയറി പോകുന്നു. ആ സമയം ഉണ്ണിയും കരുണയും വരുന്നുണ്ട് അകത്തേക്ക്. ഇവരെ കാണുന്നതോടുകൂടി മോഹിനി ആകെ പരിഭ്രമിക്കുകയാണ്. അപ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഏട്ടത്തിയുടെ വിവരം വല്ലതും അറിഞ്ഞോ അമ്മയെന്ന്. ഇല്ല മോനെ, ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല, പോലീസ് അന്വേഷണമൊക്കെ നടക്കുക എന്ന് പറയുമ്പോൾ ഉണ്ണിയും കരുണയും മുഖത്തോട് നോക്കുന്നത് മോഹിനി കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം മഹാലക്ഷ്മി ആകെ ടെൻഷനാവുകയാണ്. ഇനി എന്താ ചെയ്യാമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അങ്ങനെ കരുണ പറയുന്നുണ്ട്, അച്ഛനും മുത്തശ്ശിയും ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് കൂട്ടായിട്ട് 2-3 ദിവസം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നു. ഇത് കേൾക്കുന്നതോട് മോഹിനി വല്ലാണ്ടാവുകയാണ്. എനിക്ക് അങ്ങനെ കൂട്ടൊന്നും വേണ്ട മോളെ, അമ്മ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീടാണെങ്കിൽ ഉണ്ണി കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് ഫിനാൻസിലെത്തുന്നുണ്ട്. അവിടെ വന്ന് എല്ലാവരോടുമായിട്ട് ഉണ്ണി പറയുന്നുണ്ട്, ഇനി ഇവിടുത്തെ കാര്യങ്ങൾ കണ്ണേട്ടൻ വരുന്നവരെ ഞാൻ തന്നെയായിരിക്കും നോക്കുന്നത്, അതുകൊണ്ട് എല്ലാവരും എൻ്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്നും. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ സന്തോഷത്തോടുകൂടി MD കസേരയിൽ ഇരിക്കാനായിട്ട് ക്യാബിനിലെത്തുന്നു. ആ സമയം അവിടെ മറ്റാരും ആ ചെയറിലിരിക്കുന്നു. ആരാണ് ഇരിക്കുന്നതെന്ന് ഉണ്ണി ചോദിക്കുന്നുണ്ട്. വേറെ ആരുമല്ല, അനന്തുവാണ് അവിടെ ഇരിക്കുന്നത്. അനന്തുവിനെ കാണുന്നതോടുകൂടി ഉണ്ണി ആകെ ഞെട്ടി നിൽക്കുകയാണ്. അനന്തുവേട്ടൻ എന്താ ഇവിടെ കാര്യം എന്നല്ല ഉണ്ണി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനന്ത് പറയുന്നുണ്ട്, കണ്ണൻ വരുന്നവരെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ എന്നെയാണ് കണ്ണനെ ഏൽപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്ന് ഇരുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അവിടെയും പരാജയപ്പെട്ട് ഉണ്ണി പോവുകയാണ്. പിന്നീട് ആ സമയം കരുണയാണെങ്കിൽ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. ഇത് കാണുന്ന മോഹിനി ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഹാലക്ഷ്മി കയറിയിരിക്കുന്ന മുറി തന്നെയാണ് കരുണ വന്ന് തുറക്കാൻ ശ്രമിക്കുന്നത്. അതോടുകൂടി മഹാലക്ഷ്മിയും ആകെ പരിഭ്രമിക്കുകയാണ്. അങ്ങനെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡ് വളരെ ത്രില്ലിംഗായ എപ്പിസോഡുകളാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.